നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം, കേരള സ്റ്റൈൽ ചിക്കൻ കറി. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്ന് ഇച്ചിരി കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നപ്പോൾ ഇച്ചിരി തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഞങ്ങൾ തേങ്ങ മൂത്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറായി. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി അതിലൂടെ നമ്മുടെ സബോള, മീഡിയം സൈസിൽ 3 സബോള. ഉള്ളി വഴന്ന് വരാൻ വേണ്ടിയിട്ട് എടുക്കാം. വഴാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. സബോള ഒരുമാതിരി വഴന്നുകൊണ്ടിരിക്കുന്നു. നല്ലോണം ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകണ്ട. അതിന് മുന്നേ തന്നെ നമുക്ക് ഒന്ന് വഴന്ന് വരുമ്പം നമുക്കതിലേക്ക് അതിന് വേണ്ടിയ മസാലകൾ, മുളക് പൊടി ഒരു 1.5 സ്പൂൺ, 1 കിലോ ചിക്കന് വേണ്ടിയിട്ടാണ്. 1.5 സ്പൂൺ മല്ലിപ്പൊടി, നമ്മുടെ ചിക്കൻ മസാല, ഞാൻ പൊടിച്ച് വെച്ച ചിക്കൻ മസാല, ഇത് അല്പം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നല്ലവണ്ണം അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലോണം ഒന്ന് ഒപ്പിച്ചെടുക്കണം. ഇങ്ങനെ മസാല മൂത്ത് വന്നപ്പോൾ ഒരു തക്കാളി, ചെറിയൊരു മീഡിയം സൈസ് തക്കാളി ഒക്കെ അതുകൂടി ഇട്ടിട്ട് എല്ലാത്തിനും നല്ലോണം വഴറ്റി കൊടുക്കണം. തക്കാളി ഉണ്ട്, ഒരു തക്കാളിക്ക് അതിലേക്കിട്ട് അതൊന്ന് നല്ലോണം വഴറ്റി കൊടുക്കണം. ഇനി അതൊന്ന് വഴന്ന് വന്നു. അതിനകത്തൊന്ന് നമുക്കൊരു ഇച്ചിരി എടുത്ത് ഒന്ന് മാറ്റാം, ഇച്ചിരി മതി. ഇത്രയും അരപ്പെടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കഴുകി വെച്ച ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് 2 മിനിറ്റത്തേക്ക് അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ച മസാല ഒന്ന് തണുത്ത് വന്നു, ഒന്ന് അരച്ചു കൊണ്ട് വരട്ടെ. ഇനി അരച്ച മസാല അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ആവശ്യത്തിന് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറി ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, മസാല ഇട്ടു, ഒരല്പം ഉപ്പ് ചേർത്തില്ലായിരുന്നു, ഉള്ളിക്ക് മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്തുള്ളൂ. ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് ഗ്യാസ് ഫാസ്റ്റ് വെച്ച് അടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം. കറി തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കാം. സ്ലോയിൽ ഒരു 5 മിനിറ്റ് ഇരുന്ന് ഗ്യാസിലിരിക്കുമ്പോഴത്തേനത് വേഗം നമുക്ക് പിന്നെ നോക്കാം. ഇതാ നമ്മുടെ സൂപ്പർ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം, എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. താങ്ക് യു.